അപ്പം നമ്മളോട് ജനങ്ങളോടൊരു പ്രതിബദ്ധത വേണം. ഇതിനകത്ത് എന്ത് കോപ്പാടോ സെൻസർ ബോർഡ് ഉള്ളത്? സെൻസർ ബോർഡ് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുഭവ പരമേശ്വരൻ കിട്ടില്ല, എല്ലാം അതേപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാണ് എടുത്ത് പറയാനുള്ള കാര്യം. 3 സ്ഥലത്ത് കോഡ് സീൽസ് വരുന്ന സമയത്ത് അത് മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് അൺനെസസറി ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആയിട്ടാണ്. ബിക്കോസ് ആ ഒരു പേരും ഇതുമായിട്ടൊരു എന്ത് കണക്ഷനാണ് ഇവർ ഉണ്ടാക്കിയെന്ന് അറിയില്ല. പക്ഷേ ഇന്ത്യൻ പൗരന്റെ ആവശ്യമാണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. ഇതിൽ വിവാദം വരേണ്ട ആവശ്യമുണ്ടോ? ചേട്ടാ, ഞങ്ങൾ തരുന്ന ടാക്സിന്റെ പുറത്താണ് നീയൊക്കെ സെൻസർ ബോർഡും ബാക്കിയുള്ള എല്ലാ പരിപാടിയും അവിടെ ഓട്ടിക്കുന്നത്. സർക്കാരിനെ എങ്ങനെ ഊക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണ് ഈ സിനിമ. ഇപ്പോൾ തോന്നുന്നത് സുരേഷ് ഗോപിനെ ചിലപ്പോൾ ഡയറക്റ്റ് ഇരുന്ന് നല്ല ഫിലിമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കഥയെല്ലാം ക്ലൈമാക്സ് സർക്കാരിനെതിരെ തന്നെ പറയുന്നത്. ടൈറ്റിലുള്ളതുപോലെ സ്റ്റേറ്റ് ഓഫ് കേരള നിലവിലെ സർക്കാരിനെതിരെ ആയിട്ടാണ് ക്ലൈമാക്സിൽ പറഞ്ഞിട്ടുള്ളത്. യാതൊരു ലാഘവില്ലാതെ നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടിരിക്കാം. പിന്നെ സുരേഷ് ഗോപിയുടെ മോൻ ചെറുക്കന് വല്ല പണി ഒപ്പിച്ചു കൊടുത്തിട്ട് ജോലിക്ക് പറഞ്ഞിട്ട് 4 പൈസ ഉണ്ടാക്കുവാനും സിനിമയിൽ വിട്ട് മനുഷ്യന് സമയം കളഞ്ഞു. അത്യാവശ്യം ഫൈറ്റ് ഇതിൽ പക്കയായിട്ടുള്ള രാഷ്ട്രീയം സെക്കൻഡിൽ കലർത്തിയിട്ടുണ്ട്. അത് കേരളത്തിന് വിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്.